ഫ്രണ്ട്സ് എല്ലാവർക്കും mallu ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാം. ഇന്ന് നമ്മൾ ഇതേപോലുള്ള മനോഹരമായ ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇതേപോലുള്ള 2 ചെടിച്ചട്ടികളാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം. ഇതിന് 40 രൂപയൊക്കെ വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പെയർ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. കടയിൽ നിന്ന് വാങ്ങുന്ന ചട്ടികളിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പോൾ അതിൽ വലിയ ചട്ടീൻ്റെ ആകൃതി നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആകൃതിയാണ് നമ്മുടെ ചെടിച്ചട്ടീൻ്റെ പുറം ഭാഗം വരുന്നത്. പിന്നെ ചെറിയ ചട്ടി എടുക്കുമ്പോൾ ഇതിനകത്ത് ഈ വലിയ ചട്ടീൻ്റെ അടുത്ത് ഇറക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം 1 ഇഞ്ചിൻ്റെ അടുത്ത് വേണം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് ഹോൾസ് ഉണ്ടാകും. ഹോൾസ് എല്ലാം നമ്മൾ അടച്ചു കൊടുക്കണം. ഞാനിവിടെ മാസ്കിൻ ടേപ്പ് എടുത്തിട്ടാണ് അടയ്ക്കുന്നത്. ഈ ചെറിയ ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചട്ടീൻ്റെ ഉൾഭാഗത്തിൻ്റെ ഷേപ്പ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസുലേഷൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അടിഭാഗത്താണ് നമ്മൾ ഈ മാസ്കിൻ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. മാസ്കിൻ ടേപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഇൻസുലേഷൻ ടേപ്പ് ആയാലും മതി. ഞാനിവിടെ എൻ്റെ അടുത്തുള്ളത് മാസ്കിൻ ടേപ്പ് ആയതുകൊണ്ട് മാസ്കിൻ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. 2 ഭാഗത്തും ഞാൻ ഒട്ടിച്ചു കൊടുത്തത് നല്ല സേഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മാസ്കിൻ ടേപ്പൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതേപോലെ ഒരു തെർമോക്കോളിൻ്റെ പീസ് ചെറുത് കട്ട് ചെയ്തിട്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അത് എന്നിട്ട് ഈ നമ്മൾ വാങ്ങിയിട്ടുള്ള വലിയ ചട്ടീൻ്റെ നടുവിൽ വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അതിന് ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഈ ചട്ടീൻ്റെ സെൻറ്ററിൽ തന്നെ നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം. ഇത് ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ ഇത് ഒട്ടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഒട്ടിയ ശേഷം മാത്രമേ നമ്മൾ മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് മസാല ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ തെർമോക്കോളിൻ്റെ പീസ് പുറത്തേക്ക് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അടുത്തായിട്ട് ഞാനിതാ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഈ വലിയ ചട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഉൾഭാഗത്താണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് സിമെൻറ്റിൻ്റെ മിശ്രിതമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ചട്ടി അതിൻ്റെ പുറം ഭാഗത്താണ് ഇവിടെയാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള മിശ്രിതം ഉണ്ടാക്കണം. സിമെൻറ്റിൻ്റെ പൂവിൻ്റെ ഒരു മിശ്രിതം ഉണ്ടാക്കണം. 2:1 എന്ന അനുപാതത്തിലാണ് ഞാനിവിടെ മിശ്രിതം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനതാ ഈ ചെറിയൊരു മഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മഗ്ഗിൽ 2 മഗ്ഗ് എംസാൻഡ് ഇട്ട് കഴിഞ്ഞാൽ 1 മഗ്ഗ് സിമെൻറ്റും ഇതിലേക്ക് ആഡ് ചെയ്യും. ഈ അനുപാതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മസാല ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളം വെച്ച് ഇത് നന്നായിട്ട് ലൂസാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ വലിയ ചട്ടിയിലേക്ക് മെല്ലെ ഇങ്ങനെ എടുത്ത് ഒഴിക്കണം. മെല്ലെ ഒഴിക്കണം. നമ്മൾ നടുവിൽ വെച്ചിട്ടുള്ള തെർമോക്കോളിൻ്റെ പീസ് ഇളകി പോകാതെ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചട്ടിയിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടതിന് ശേഷം ചട്ടിക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഈ ചെറിയ ചട്ടി എടുത്ത് ഇങ്ങനെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ആദ്യം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള മസാല പൊന്തി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അത് സെൻറ്ററാക്കി വെക്കാൻ ശ്രമിക്കണം. ഒരു ഭാഗത്തേക്കായി പോകരുത്. ചട്ടിയുടെ എല്ലാ വശവും ഒരുപോലെ തുല്യമായിരിക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇതിന് മുകളിൽ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഏകദേശം 2 ദിവസത്തേക്ക് നമ്മൾ ഇത് അവിടെ സെറ്റാക്കി വെക്കണം. അപ്പോൾ 2 ദിവസമായി. ചട്ടിയെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം 1 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഇത് സെറ്റായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എന്തായാലും നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി ഈ മുകളിലുള്ള ചട്ടിയാണ് ആദ്യം പൊളിച്ചെടുക്കാൻ പോകുന്നത്. വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ചട്ടിയിൽ തട്ടാതെ ഇങ്ങനെ പൊളിച്ചെടുക്കുക. പ്ലാസ്റ്റിക് മാത്രം തട്ടിയെടുക്കുക.
അതേപോലെ ഇനിയിപ്പോൾ പുറത്തുള്ള ഈ ചട്ടിയും കൂടി പൊളിച്ചെടുക്കണം. അതിനായി നമ്മൾ ആദ്യം വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഈ മുകൾ ഭാഗം ഇങ്ങനെ പൊളിച്ചെടുക്കുക. ചട്ടിയുടെ മുകൾ ഭാഗം ഇങ്ങനെ പൊളിച്ചെടുക്കുക. ഇങ്ങനെ പൊളിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചട്ടി ഇങ്ങനെ കമഴ്ത്തിയിട്ട് ഈ പ്ലാസ്റ്റിക് മാത്രം ഇങ്ങനെ തട്ടി കൊടുക്കുക. ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചട്ടി പുറത്തേക്ക് വിട്ടു പോരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചട്ടി വളരെ ഭംഗിയായിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത ചട്ടി നമ്മൾ പൊളിച്ചെടുക്കുക. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ ചട്ടിയും പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളത്തിൽ നമ്മളിത് മുക്കി വെക്കണം. ഒരു ദിവസമെങ്കിലും മുക്കി വെക്കണം. എന്നാലേ നമ്മൾ ഈ ചട്ടിക്ക് നല്ല പവർ വരുള്ളൂ. അപ്പോൾ തട്ടിയാലും മുട്ടിയാലൊന്നും പെട്ടെന്നൊന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതൊരു ദിവസമെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം നല്ല പവറായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ വന്ന് വെച്ചിട്ടുള്ള ഈ തെർമോക്കോളിൻ്റെ പീസ് എടുത്ത് കളയാം. അതേപോലെ എല്ലാ ചട്ടീൻ്റെയും തെർമോക്കോൾ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടികൾക്കെല്ലാം പെയിൻ്റ് അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു സ്പ്രേ പെയിൻ്റാണ്. ഇത് എൻ്റെ വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നപ്പോൾ ഉള്ള ബാക്കിയുള്ള പെയിൻ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ബാക്കി വന്ന എന്ത് പെയിൻറ്റുകൾ ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ കടയിൽ നിന്ന് ചെറിയ വിലയ്ക്ക് പെയിൻറ്റ് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൊരു റെഡ് പെയിൻ്റാണ്. അപ്പോൾ ആ പെയിൻറ്റ് ഇങ്ങനെ മുകൾ ഭാഗത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഈ പെയിൻറ്റ് കൂടി അടിച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളെല്ലാ ചട്ടിയും ഇങ്ങനെ പെയിൻ്റ് അടിച്ച് നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചെടി നടണം. അപ്പോൾ നമുക്ക് ചെടിയൊക്കെ നട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും.